മക്കളെ നിങ്ങൾ ചെയ്ത് ശ്രദ്ധിക്കണ്ട. നമ്മൾ ചെയ്യാൻ പോകുന്നത് DP ഏതാണ്? 6 ആണ്. DP 6 വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആരൊക്കെ പാർട്ട്നേഴ്സ് ഉള്ളത്? പാർട്ട്നേഴ്സ് അല്ല, എന്താ പാർട്ട്ണർഷിപ്പാണ്. പാർട്ട്നേഴ്സ് ആരൊക്കെ വർക്കേഴ്സ് ഉള്ളത്? XYZ. അവരുടെ ഔട്ട്പുട്ട് 40 മണിക്കൂറിൽ അവരുണ്ടാക്കിയത്. ഇവരുടെ ആക്ച്വൽ ഔട്ട്പുട്ടാണ് 96 ഉണ്ട്, 111 ഉണ്ട്, 126 ഉണ്ട്. അവരുടെ ഗ്യാരണ്ടി റേറ്റ് പെർ ഹവർ എത്രയാണ്? 6 ആണ്. നമുക്കിതിവിടെ ആവശ്യമില്ല ഈ ക്വസ്റ്റ്യനിൽ, കാരണം നമ്മൾ പീസ് റേറ്റിലാണ്. ഏത് ടൈലറാണ് ഈ സിസ്റ്റം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വേണ്ട. പിന്നെ ഏതാ? ലോവർ പീസ് റേറ്റ് 4 തന്നിട്ടുണ്ട്, ഹൈ പീസ് റേറ്റ് 6 തന്നിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ ഏതെടുത്തിട്ടാണ് സാധാരണ ക്വസ്റ്റ്യൻ ചെയ്യാറ്? ഹൈ പീസ് റേറ്റ് എടുത്തിട്ടാണ് ചെയ്യാറ്. അപ്പോൾ നമ്മുടെ പീസ് റേറ്റ് എത്രയാണ്? 4 അല്ല 6 ആണെന്ന് മനസ്സിലാക്കുക. ഹൈ ടാസ്ക് പെർ വീക്ക് തന്നെയാണ് ഇത് സ്റ്റാൻഡേർഡ് ഉദ്ദേശിച്ചത്. അവരുടെ ടോട്ടൽ ഏർണിങ്സ് ആൻഡ് ലേബർ കോസ്റ്റ്. ലേബർ കോസ്റ്റും കാണാൻ പറഞ്ഞില്ല. അണ്ടർ ഏതാ? ടൈലർ ബോണസ് പ്ലാൻ. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ഒരു കോളം കൂടെ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. ഏതാ? ലേബർ കോസ്റ്റ് പെർ യൂണിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഐ വിൽ ഷോ യു. അപ്പോൾ കോളംസ് ഇവിടെ എഴുതുമ്പോൾ ടോട്ടൽ ഏർണിങ്സിൻ്റെ കൂടെ എന്തും കൂടെ വേണം? ടോട്ടൽ എഴുതിയിട്ട് പിന്നെ ലേബർ കോസ്റ്റ് ഏത് എഴുതണം? പെർ യൂണിറ്റ് എഴുതണം. ഓക്കെ അല്ലേ? യെസ്. ഇതാണ് കാൽക്കുലേഷൻ. വർക്കർ XYZ ഉണ്ട്, ഇവരുണ്ടാക്കിയ ഔട്ട്പുട്ട് എഴുതി, സിമ്പിളാണ്. പിന്നെ സ്റ്റാൻഡേർഡ് 100 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾ ഏതാണ്? ബിലോ സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ അയാൾക്ക് 80%. ഇയാൾ എബോവ് സ്റ്റാൻഡേർഡ്, ഇയാൾ എബോവ് സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവരുടെ റേറ്റ് എടുക്കുന്നത് നമ്മൾ 6 ആണ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് 80%, 120, 120 എത്ര കിട്ടും മക്കളെ? ആൻസറുകൾ പറഞ്ഞേ. ഫസ്റ്റത്തെ ടോട്ടൽ 0.8 ഡിവൈഡഡ് ബൈ എത്ര യൂണിറ്റ്? 96 യൂണിറ്റ്. ഡിവൈഡ് ബൈ 96 അടിച്ച് എത്ര വരും? 4.8. ദെൻ അടുത്തത് എത്ര എമൗണ്ട് വരാം? 702 ഡിവൈഡഡ് ബൈ 111 7.2. അടുത്തത് 0.2 ഡിവൈഡഡ് ബൈ 126